Hello everyone. So welcome to Let's Explore Kochi. So today I will show you the historic streets of Kochi. So subscribe now and let's explore Kochi together. Guys, we reached Maharaja's metro station. Now I am going to meet my college friend. അതുകൂടാതെ കിരൺ ചേട്ടനുണ്ട്, ഫോട്ടോഗ്രാഫർ. സോ വിൽ മീറ്റ് ദം. അവരവിടെ എക്സിറ്റിന് അവിടെ മഹാരാജാസ് കോളേജിൻ്റെ എക്സിറ്റിന് അവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. വിൽ ഗോ ആൻഡ് മീറ്റ് ദം. ഐ എം സോ എക്സൈറ്റഡ്. എന്തിനാ എനിക്കറിയത്തില്ല, ചുമ്മാ ഇപ്പോൾ ഇത് പോയാൽ ഇപ്പം എൻ്റെ എക്സിറ്റൊക്കെ ഇവിടെ തന്നെ നിന്നേനെ. ഓക്കെ, സോ അവിടെ ചെന്ന് അവരെ കാണിച്ചു തരാം. ഗായ്സ് ഇതാരാ നോക്കൂ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് രണ്ടുപേരും ഉണ്ട്. എന്താ പറയാനുള്ള? സന്തോഷമുണ്ടോ? ഗൈസ് വേണം, ഇവൻ വേണം എറി, ഇവൻ പ്രാന്തനാ. അറിയാത്ത രീതി നിൽക്ക, അറിയാത്ത രീതിയിൽ. ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ആൻഡ് ഐ ഡോണ്ട് നോ ഇവര് ഹോട്ടൽ തപ്പിയോ? എന്നോട് പിന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ എന്തോ ഹോട്ടലുണ്ടെന്നൊക്കെ. ഇവര് പറ്റീരാണ്. ഗൈസ് നമ്മള് ബോട്ട് ജെട്ടിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ബോട്ട് കയറി നമുക്ക് ഞങ്ങളുടെ കയ്യിലാണ്. So guys, we are going to Port Kochi by boat jetty. Oh wow, first time. I'm so excited. ഇവരും ഉണ്ട് എൻ്റെ കൂടെ, ഈ ബാക്കി ഇരിക്കുന്നവർ. നമ്മൾ ഫോട്ടോ വെച്ച് പോകും, ഫുഡ് അടിക്കും, കുറച്ച് ഫോട്ടോസ് എടുക്കും. ദിസ് ഈസ് എ ടിക്കറ്റ് കൗണ്ടർ ഗൈസ്. ഇവിടെ എപ്പോഴും ഓപ്പൺ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യണമെന്ന്. എടാ നിന്നോട് ഞാൻ ചോദിക്കാം, നിന്നോട് ഞാൻ ചോദിക്കാം, ജെന്വൻ റിപ്ലൈ. ബാംഗ്ലൂർ ഓർ കൊച്ചി? ഉറപ്പാ? അപ്പൊ സെറ്റിലാണോ? എവിടെ സെറ്റിലാണോ ചെന്നി അവിടെ പറയും. നമ്മുടെ വീടിന്റെ അടുത്ത് വീട്. കണ്ട 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 ഇവനൊരു വ്യക്തിപരമായ, ഇവന് പല ആഗ്രഹമാണ്. ബാംഗ്ലൂർ 5 മിനിറ്റ് രൂപ ബാംഗ്ലൂർ. ഓൾറെഡി വീടുണ്ടല്ലോ, ഇല്ലാകുമ്പോൾ നല്ല ചോറും മീൻകറിയും വിശന്നിരിക്കും എൻ്റെ കൂടെ ഇവർ. സൺഡേ മാത്രം കിട്ടുന്ന നല്ല ബീഫ് കറിയും തേങ്ങാക്കൊത്തും. നിങ്ങൾക്ക് സൺഡേ അങ്ങനെയൊക്കെ കിട്ടും? ദിസ് ഈസ് ദ ടിക്കറ്റ് സെൻറ്റർ ഗൈസ്. നമുക്ക് ബോട്ട് ജെട്ടിക്കുള്ള ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. ജെൻസിന് പറഞ്ഞുകൊണ്ട് ലേഡീസിന് പറഞ്ഞുകൊണ്ട് 1 person 3 tickets on. Guys, for the first time I'm going in boat jetty, but excited. Yeah. അപ്പുറത്തെ 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 പൊക്കെ 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 പൊക്കെ. ചടിക്കോ? ബോട്ട് മാറിപ്പോവല്ലേ?
ആ സൈഡ് പിടിച്ചോ, ആ സൈഡ്, ഈ സൈഡ് ആ ഇവിടെ 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 പിടിക്കാം. ഇവിടെ കാല് വെക്കണ്ട, കിടക്കാം. എന്നെ കാല് വെച്ചു ഇവിടെ. ഓക്കെ, കിട്ടി. ഇത് ഇതാണ് പണ്ട് ഫോർട്ട് കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചിയിലെ ബോട്ട്. ഈ ബോട്ടല്ലായിരുന്നു ചേട്ടാ ഒന്ന് മാറി നിൽക്കാം. പണ്ടത്തെ ബോട്ട്. ഇതായിരുന്നു ബോട്ട് വെള്ളം. സോ അതാണ് ഇപ്പോൾ ടേൺ ഇൻ ടു ദിസ് ബോട്ട് ജെറ്റ്. ശേഷം ഉണ്ടായ ചരിത്രമാണ് ഇത്. എഴുതി കുറിക്കാൻ വിട്ടുപോയോണ്ട് ഇപ്പോൾ പറയാം. എഴുതാം. അങ്ങനെയാണോ? ഇവിടെയാണ് എഴുതിയത്, കീറിപ്പ്. പണ്ട് തൊട്ടുള്ള ബിൽഡിങ്സ്, ബ്രിട്ടീഷ് ടൈം തൊട്ടുള്ള ബിൽഡിങ്സ്. So this is Dravidya Art Gallery. I'm not sure how to pronounce this, but yeah. So this, which was established in 1997, but this building is a new one. So എനിക്കൊന്ന് ഫോട്ടോച്ച് രണ്ടെണ്ണമുണ്ട്. ഞങ്ങൾ ഇത് ഒരെണ്ണം വിസിറ്റ് ചെയ്തത്. സോ ദേ ടോൾഡ് ലൈക്ക് ഇത് റീസെൻ്റ് ആയിട്ട് തുറന്നതാണ്. സോ യാ, ആൻഡ് വിച്ച് ഇസ് എ മോഡേൺ ആൻഡ് കണ്ടംപററി ആർട്ട് ഗാലറി ബേസ്ഡ് ഇൻ ഫോർട്ട് കൊച്ചി. സോ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്കീർ ഹുസൈൻ, ഗുലാം മുഹമ്മദ് ഷേഖ് സർ ആൻഡ് ജോർജ് മാർട്ടിൻ, ഇവരൊക്കെ നിങ്ങൾക്ക് വർക്ക്സ് കാണാം. കുറേ ആർട്ട് പരമായുള്ള വർക്ക്. ആൻഡ് സോ അത് കുറേ മീനിങ്സ് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് ആർട്ട് ബേസ്ഡ് ആളല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ നിങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് നോക്കുവാണെങ്കിലും യാ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ്. പക്ഷെ അവരൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ദർ ഈസ് നോ കോസ്റ്റ്. സോ ഫ്രീ കോസ്റ്റാണ്. നിങ്ങൾക്ക് അവിടെ കയറി കാണാം. നിങ്ങൾ ടൈം എടുത്ത് ഫ്രീ ആയിട്ട് അത് കണ്ട് മനസ്സിലാക്കി യു ക്യാൻ എൻജോയ്. ഓൾസോ കമ്മിങ് മന്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഷോ കേസ് ദ ടാലൻറ്റ്സ്, ദേ ക്യാൻ കം ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. ആ കൊച്ചിൻ്റെ പണം ഇങ്ങനെ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ വരച്ച് കൊടുത്താൽ മതി. So what's the plan? Are you going to draw? ഇന്ന് ഡ്രോ ചെയ്യോ നീ? ഇപ്പോൾ നമ്മൾ ഇവിടെ വരച്ചിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ കൊണ്ട് കൊടുക്കും. യെസ്, അതാണ് നമ്മുടെ പ്ലാൻ. കാരണം അവിടെ ഇനിയും വലിയ കുറച്ചാളുകൾ കഴിഞ്ഞ് ഫെസ്റ്റ് ഇതൊക്കെ വരുന്നത്. നെക്സ്റ്റ് മന്ത് ഫെസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് അത് തുടക്കം ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കൊച്ചിയിലൊക്കെ വന്ന് ഇങ്ങനെ കുറേ സ്കെച്ചൊക്കെ ചെയ്തത്. കാരണം ആർട്ടിന് ഒത്തിരി ഇതുള്ള സ്ഥലമാണ്. പിന്നെ ബീഫോർ പോളുന്നു. ബിരിയാണി കഴിയുമ്പോൾ യെസ്, ബീഫോർ ബോൾ, ബീഫോർ ബാറ്റ്, ബീഫോർ ബ്രോ. Now we are going to before biryani. അത് നിനക്ക് ഇവിടെ ഓർമ്മ വരും. ഇത് എവിടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? ഫോർട്ട് കൊച്ചി. നല്ല കാറ്റ്. Beef. This is beef
ബിരിയാണി. ചേട്ടൻ ബീഫ് ഓർഡർ ചെയ്ത, ഇവനും ഞാനും ചിക്കൻ. ഞാനും ഐ ഓർഡേർഡ് ചിക്കൻ ബിരിയാണി. ട്രൈ. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കിത് ട്രൈ ചെയ്യാം. We'll try this. ചേച്ചി ഇവിടുത്തെ അടിപൊളി സാധനം. ഞാൻ പറയട്ടെ, ഫസ്റ്റ് ടൈം എനിക്ക് ഫ്ലേവർ കിട്ടുന്നത് ബിരിയാണിയുടെ. ഈ ഫ്ലേവറുള്ള ബിരിയാണി ഞാൻ കഴിക്കാൻ തുടങ്ങിയത് തന്നെ കോളേജിൽ ചെന്നിട്ട്. Guys, this is a genuine reply. അടിപൊളി ബിരിയാണി, അടിപൊളി ബിരിയാണി. This is dates അച്ചാറാട്ടോ ഇത്. ഇത് കുറച്ച് എടുക്കുക, ഇത് കുഴയ്ക്കുക, കുറച്ച് ഉള്ളി, കുറച്ച് ചിക്കൻ, Done guys, I'm done. I'm tired. But still നമുക്കിനി കുറച്ചുകൂടെ പരിപാടിയുണ്ട്. So full on full power. ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചിട്ട് പവറായിപ്പോ. ഇത് 1.5 പ്ലേറ്റ്. പക്ഷെ ബിരിയാണി അടിപൊളി സാധനമായിരുന്നു. നൈസ് ഫ്ലേവർ, അമേസിങ് ഫ്ലേവർ. ഇറ്റ് വാസ് ആദ്യമായിട്ട് ആ ഫ്ലേവർ ഞാൻ ട്രൈ ചെയ്യണേ. സോ റൈറ്റ് നൗ വി ആർ ഇൻ പാർക്ക്. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എഡിറ്റിംഗ്. നമ്മൾ ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാം. കെറ്റ് ചത്താല് ചമഞ്ഞ അടക്കണം. ഇങ്ങനെ ഇതെല്ലാം പോയി, എല്ലാം ഒലിച്ചു പോയി. രണ്ട് ലിപ്സ്റ്റിക് കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ഇത്ര കിട്ടാലേ എനിക്ക് തള്ളു. ഓക്കെ, ലെറ്റ് മീ ട്രൈ ദിസ്. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഇഷ്ടമുണ്ട്. ഇത് ഈ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമാണ്. വാവ്, ഇത് അടിപൊളിയാടാ. ഓ, ഇപ്പം വർക്ക് പ്രോഗ്രസ്സിലത് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആക്കൂ പ്ലീസ്. മുടിയിലൊക്കെ എന്തൊക്കെയോ ഇരിക്കും. തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞു. Guys, we are going back. അങ്ങനെ ഫോട്ടോ വെച്ചില്ലേ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത്. ലൈഫിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ദിവസമാണ് ഗൈസ്. കാരണം
ഞാൻ ആ ബുക്ക് ഇങ്ങനെ രാവിലെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെയാലും വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പണം വരച്ച് കൊടുത്തിട്ടാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ശരി, ഒത്തിരി നന്ദിയുണ്ട്. എല്ലാത്ര പൊളി. അത് സത്യമാട്ടോ. അതെന്താണെന്നറിയോ? അത് ഞാൻ പറയാം, പിടിച്ചതാ. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തൊന്നുമല്ല. നമ്മളിങ്ങനെ പോയി അവനിങ്ങനെ സ്കെച്ച് ചെയ്യണമെന്ന് നമ്മൾ ഒരു പാർക്കിൽ പോയിരുന്ന് സ്കെച്ച് ചെയ്തു. റിട്ടേൺ വന്നാൽ കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ റിട്ടേൺ ആ സ്കെച്ച് കൊണ്ട് കുഞ്ഞിന് കൊടുത്തപ്പം അതിനും ഭയങ്കര സന്തോഷമായി, അതിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവരതിന് പകരം അവർ ഗിഫ്റ്റ് ചെയ്ത്. പിന്നെ അവിടെ ഒരു സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ഹാൻഡ് മെയ്ഡ് സ്കെച്ച് ബുക്ക്. നമ്മൾ രാവിലെ പോയത് നോക്കിയപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം, അവന് വേണമെന്നുണ്ടായിരുന്നു ആ സാധനം. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ തിരിച്ചു വെച്ചതാണ്, നമ്മൾ റേറ്റ് കണ്ടിട്ട് തിരിച്ചു വെച്ചതാണ്. ഇവർക്ക് സ്കെച്ച് വരച്ച് കൊടുത്തപ്പോഴത്തേന് അവർ ആ സ്കെച്ച് ബുക്ക് പിന്നെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇറ്റ്സ് സോ നൈസ്. ഒരു അടിപൊളി ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അവൻ ഭയങ്കര ഹാപ്പി. അത് കണ്ടപ്പോഴത്തേനും എന്ത് പറയണമെന്ന് അറിയില്ല. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കണ്ടപ്പോൾ ഇങ്ങനെ അവർ എല്ലാവരുടെ ഫേസിലും ഒരു ഹാപ്പിനെസ്. ഇറ്റ് വാസ് നൈസ് ഡേ. ഒരു ഷവർമ പ്ലേറ്റും 3 പേര്. ഞങ്ങൾ വന്നിറങ്ങിയ കുറച്ച് റിച്ച് ആയിട്ടാന്നേലും പോകുമ്പോൾ കുറച്ച് ദാരിദ്ര്യമായിട്ട്, പക്ഷെ കുഴപ്പമില്ല. ആർട്ടിസ്റ്റ് ഓ അത് ഒളിച്ചു വായിന്നൊളിച്ചു. ബെസ്റ്റ് പടം എവർ. ഗൈസ്, ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി വേറെ ദിവസം ഞങ്ങൾ വരും. അടിപൊളി ദിവസമായിരുന്നു അല്ലേ ഗൈസ്? ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.